ചിത്രയെ പിന്തുണച്ചുകൊണ്ട് ഗായകൻ ജി വേണുഗോപാലിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ചയായതാണ്. ഇതിന് പിന്നാലെയാണ് ചിത്രയ്ക്ക് പിന്തുണയുമായി ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തിയിരിക്കുന്നത്. എഴുത്തുകാരി ഇന്ദു മേനോൻ, ഗായകനും സംഗീത സംവിധായകനുമായ സൂരജ് സന്തോഷ്, മറ്റ് ഇടതു നേതാക്കൾ തുടങ്ങിയവരാണ് ചിത്രയുടെ അഭിപ്രായത്തെ അവഹേളിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഇതിനു പിന്നാലെയാണ് ചിത്രയ്ക്ക് പിന്തുണയുമായി നിരവധി പേർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ചിത്രയ്ക്കൊപ്പം എന്ന ഹാഷ്ടാഗ് നിർമ്മിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും പിന്തുണ അർപ്പിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കരും കഴിഞ്ഞ ദിവസം ചിത്രയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ആ ഫേസ്ബുക്ക് കുറിപ്പ് ഒന്നിവിടെ വായിക്കാം. ഈ രാജ്യത്തെ വ്യവസ്ഥാപിത നിയമപ്രകാരം സുപ്രീം കോടതി അന്തിമ തീർപ്പ് കൽപ്പിച്ച വിഷയത്തിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ട്രസ്റ്റ് സുപ്രീം കോടതി അനുവദിച്ച ക്ഷേത്ര നിർമ്മാണം നടത്തി. പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ സ്വന്തം മതവിശ്വാസപ്രകാരം വിളക്ക് കൊളുത്തി നാമം ജപിക്കണമെന്ന് പറഞ്ഞ ഒരാളിനെ, ഒരു സ്ത്രീയെ ഇടതടവില്ലാതെ ആക്ഷേപിക്കുകയാണ് ചിലർ. ഇക്കൂട്ടർക്ക് എന്തൊരു നീതിബോധം, എന്തൊരു നിയമബോധം, എന്തൊരു ചരിത്രബോധം, എന്തൊരു മതസൗഹാർദ്ദം, എന്തൊരു സഹിഷ്ണുത എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ചിത്രയെ പിന്തുണച്ചുകൊണ്ട് ചോദിക്കുന്നത്. മലയാളത്തിൻ്റെ വാനമ്പാടിക്കു നേരെ പല കോണുകളിൽ നിന്നും അക്രമം നേരിടുന്ന സാഹചര്യത്തിൽ പിന്തുണ അറിയിച്ചുകൊണ്ട് നടി കൃഷ്ണപ്രഭയും ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ചിത്ര ചേച്ചി ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ചേച്ചി ഒരു ഈശ്വര വിശ്വാസിയാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അവരെല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു ഗായിക കൂടിയാണ്. അവർ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിക്കാനും അഭിപ്രായം പറയാനും അവകാശമില്ലേ ഈ രാജ്യത്ത്? രാജ്യത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ചിത്ര ചേച്ചിയെ മോശമായ രീതിയിൽ വിമർശിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. വിമർശിക്കാം, അതിന് നിങ്ങൾക്ക് അവകാശമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഈ രാജ്യത്തുണ്ട്. അത് ചിത്ര ചേച്ചിക്കുണ്ടെന്ന് കൂടി ഓർക്കുന്നത് നല്ലതാണ്. എന്തോ കൊടിയ തെറ്റ് ചെയ്തതുപോലെ ചേച്ചിയെ ആക്രമിക്കുന്നു. തീർത്തും മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് ചിത്ര ചേച്ചിക്കെതിരെയുള്ള ചില പോസ്റ്റുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ ഞാൻ ചിത്ര ചേച്ചിക്കൊപ്പമാണ്. അന്നും ഇന്നും എന്നും ഇഷ്ടം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഗായികമാരിൽ ഒരാളായ KS ചിത്ര മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഒറിയ, ഹിന്ദി, ബംഗാളി, ആസാമീസ്, തുളു തുടങ്ങിയ വിവിധ ഭാഷകളിലായി 5000-ലധികം പാട്ടുകൾ ചലച്ചിത്രങ്ങൾക്ക് വേണ്ടിയും 7000-ഓളം പാട്ടുകൾ അല്ലാതെയും പാടിയിട്ടുണ്ട്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരവും പല തവണ അവരെ തേടിയെത്തിയിട്ടുണ്ട്. 6 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ഒരേ ഒരു ഗായികയും KS ചിത്രയാണ്. 2005-ൽ പത്മശ്രീ പുരസ്കാരവും 2021-ൽ പത്മഭൂഷൺ പുരസ്കാരവും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. നഗക്ഷതങ്ങൾ എന്ന സിനിമയിലെ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ എന്ന ഗാനത്തിന് 1987-ലാണ് KS ചിത്രയ്ക്ക് മലയാളത്തിൽ ആദ്യമായി ദേശീയ അവാർഡ് ലഭിക്കുന്നത്. തുടർന്ന് ഭരതൻ സംവിധാനം ചെയ്ത വൈശാലി എന്ന സിനിമയിലെ ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി എന്ന ഗാനത്തിന് 1989-ലും മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡിന് അവർ അർഹയായി. തമിഴ് സിനിമയിലെ ഗാനത്തിന് 3 വട്ടവും ഹിന്ദിയിൽ 1 വട്ടവുമാണ് അവർ ദേശീയ അവാർഡിന് അർഹയായിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.